വെള്ളത്തിനടിയിൽ ചിത്രീകരിച്ച ഏറ്റവും ദൈർഘ്യമുള്ള ഗാനരംഗവുമായി ഒരു മലയാള ചിത്രം ഒരുങ്ങുന്നു. 8.25 സെക്കൻഡ്. ചിത്രത്തിലെ ഒരു ഗാനരംഗം പൂർണ്ണമായും വെള്ളത്തിനടിയിലാണ് ചിത്രീകരിച്ചത്. ഫിഫ്ത് എലമെന്റ് ഫിലിം നിർമ്മിച്ച് കനകരാഘവൻ സംവിധാനം ചെയ്യുന്ന ചിത്രമാണ് 8.25 സെക്കൻഡ്. ചിത്രത്തിലെ കാതരമാ മിഴി എന്ന് തുടങ്ങുന്ന ഗാനരംഗമാണ് മുഴുവനായും വെള്ളത്തിനടിയിൽ ചിത്രീകരിച്ചിരിക്കുന്നത്. വിനോദ് വിജയാണ് ഈ ഗാനരംഗം സംവിധാനം ചെയ്തത്. ലോസ് ആഞ്ചൽസിലെ പ്രശസ്തമായ അന്നൻബർഗ് സെന്ററിലെ വിദഗ്ധരുടെ സഹായത്തോടെയാണ് ചിത്രീകരണവും പ്രോസസ്സിംഗും നടത്തിയിരിക്കുന്നത്. ടോപ്പ് നോച്ച് ക്യാമറ വഴിയാണ് ഗാനരംഗം ചിത്രീകരിച്ചത്. റഫീഖ് അഹമ്മദ് രചിച്ച് സന്തോഷ് കോളിൻ ഈണമിട്ട ഗാനം പാടിയിരിക്കുന്നത് KS ചിത്രയും കാർത്തിക്കും ചേർന്നാണ്. അടയാളങ്ങൾ എന്ന ചിത്രത്തിലൂടെ ശ്രദ്ധേയനായ ഗോവിന്ദ് പത്മസൂര്യയും ജിമിയും പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്ന 8.25 സെക്കൻഡിന്റെ ആദ്യഘട്ട ഷൂട്ടിംഗ് പൂർത്തിയായി കഴിഞ്ഞു. മെയിൻ ചാലഞ്ച് എന്ന് പറയുന്നത് ബ്രീത് ഹോൾഡ് ചെയ്യുന്നതിനേക്കാളും കൂടുതൽ നമ്മൾ വെള്ളത്തിനടിയിൽ വേണ്ട എക്സ്പ്രഷൻസ് കൊണ്ടുവരും. വളരെ കൂളായി നിൽക്കാൻ സാധിക്കും. വെള്ളത്തിനൊരു ഭയമില്ലാതെ വളരെ കൂളായിട്ട് വേണ്ട സാധനങ്ങൾ ഡെലിവറി ചെയ്യുക എന്നുള്ളതാണ് പിന്നെ ഏറ്റവും വലിയ ചാലഞ്ച്. രണ്ടാം ഘട്ടം ഈ മാസം പകുതിയോടെ തുടങ്ങും. ജനാർദ്ദനൻ, സുരാജ് വെഞ്ഞാറമൂട്, വിജയരാഘവൻ, മധു, ഊർമിള ഉണ്ണി തുടങ്ങിയവരും ചിത്രത്തിൽ പ്രധാന വേഷങ്ങളിൽ എത്തുന്നുണ്ട്. എന്റർടൈൻമെന്റ് ഡെസ്ക്, ഏഷ്യാനെറ്റ് ന്യൂസ്. ഇനി ബോളിവുഡിലേക്ക്. മോസത്തിന് ശേഷം വീണ്ടും വ്യത്യസ്ത കാലങ്ങളിലെ പ്രണയകഥയിൽ നായകനാവുകയാണ് ഷാഹിദ് കപൂർ. തേരി മേരി കഹാനിയാണ് ഷാഹിദിന്റെ പുതിയ ചിത്രം. 1910, 1960, 2012 എന്നീ കാലങ്ങളിലെ പ്രണയകഥയാണ് സിനിമ പറയുന്നത്. കുണാൽ കോഹ്ലി സംവിധാനം ചെയ്യുന്ന സിനിമയിൽ പ്രിയങ്ക ചോപ്രയാണ് നായിക. സിനിമ ഒരു തായ്വാനീസ് സിനിമയുടെ കോപ്പിയാണെന്ന വാർത്തകൾ സംവിധായകൻ നിഷേധിച്ചിട്ടുണ്ട്. ജൂൺ 22-നാണ്